അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. മുറാദുകൾ പറഞ്ഞവരുടെ മുറാദുകളെ അല്ലാഹു തആല പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആജിലായ കാമിലായ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് വളരെയധികം ഉപകാരപ്രദമായ ഒരു അറിവാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. വളരെയധികം ഉപകാരപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യം നിത്യമാക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അഭിലാഷമാണ്, മോഹമാണ് പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറയുന്നത് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്. അതിന് ഒരുപാട് മുതൽ വേണം. ഈ കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ വേണം ഒന്ന് പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഒരുപാട് പ്രയാസങ്ങൾ അതിനുവേണ്ടി സഹിക്കണം. എന്നാൽ ലക്ഷങ്ങളൊന്നും ചെലവില്ലാതെ ഒരു ചെറിയ ഒരു ദിക്ർ ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ അല്ലെങ്കിൽ അത് നാം ചൊല്ലുകയാണെങ്കിൽ 40 ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുമെന്നാണ്. 40 ഹജ്ജ് ചെയ്ത കൂലി ലഭിക്കുന്ന, ഫലം ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിക്ർ. ആ ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നാം പരിശുദ്ധ കഅബത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യുന്നത് ഒരു പ്രാവശ്യമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നാം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് 40 ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം അല്ലാഹു തരുമെന്നാണ്. അപ്പോൾ ഈ ദിക്റിന്റെ മഹത്വം എത്രമാത്രമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. 40 ഹജ്ജിന്റെ പ്രതിഫലമാണ്, 1ഓ 2ഓ ഹജ്ജിന്റെ അല്ല. അത്രത്തോളം വീര്യം കൂടിയ പവർഫുള്ളായ ഒരു ദിക്ർ. ആ ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാ ആളുകളും അത് എഴുതിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. കഴിവിന്റെ പരമാവധി സുബഹി നിസ്കാരത്തിന് ശേഷമോ അതല്ലെങ്കിൽ മഗ്‌രിബിക്ക് ശേഷമോ ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ 40 ഹജ്ജ് ചെയ്ത പ്രതിഫലം എല്ലാ ദിവസവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ ചെയ്യണമെന്ന് മാത്രം. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 40 ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു എല്ലാ തൗഫീഖും മഹാഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ദിക്ർ പറഞ്ഞു തരാം. എല്ലാ ആളുകളും എഴുതിയെടുക്കുക. സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, എഴുതിയെടുക്കുക. അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിത്യമാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദിക്ർ പറഞ്ഞു തരാം. ദിക്ർ ഇതാണ്: സുബ്ഹാനൽ മുബ്ദി, സുബ്ഹാനൽ ബാഖി, സുബ്ഹാനൽ അലിയിൽ അഅ്ലാ, സുബ്ഹാനഹു തആല ലാ ശരീക ലഹു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദിക്ർ കൂടി പറയാം. സുബ്ഹാനൽ മുബ്ദി, സുബ്ഹാനൽ ബാഖി, സുബ്ഹാനൽ അലിയിൽ അഅ്ലാ, സുബ്ഹാനഹു തആല ലാ ശരീക ലഹു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനൽ മുബ്ദി, സുബ്ഹാനൽ ബാഖി, സുബ്ഹാനൽ അലിയിൽ അഅ്ലാ, സുബ്ഹാനഹു തആല ലാ ശരീക ലഹു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
ഇതാണ് ദിക്ർ. വളരെ എളുപ്പമുള്ള, ചൊല്ലാൻ പറ്റുന്ന, എല്ലാരെ കൊണ്ടും ചൊല്ലാൻ കഴിയുന്ന ഒരു ദിക്റാണിത്. എല്ലാ ആളുകളും എഴുതിയെടുത്ത് ജീവിതത്തിൽ അത് നിത്യമായി ചൊല്ലി കൊണ്ടു നടന്നാൽ, പ്രിയമുള്ളവരെ, നമുക്ക് മഹാന്മാർ നൽകുന്നത് 40 ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് മഹത്തുകമെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അത് നേടിയെടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല ദൂരീകരിച്ചു തരട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട്, ചൊല്ലുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ 40 ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഹജ്ജ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രയാസങ്ങൾ പറഞ്ഞവർ പ്രയാസങ്ങൾ അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. മുറാദുകൾ പറഞ്ഞവരുടെ മുറാദുകളൊക്കെ അള്ളാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. സന്തോഷങ്ങൾ പറഞ്ഞവരുടെ സന്തോഷങ്ങൾ അള്ളാഹു തആല മരണം വരെ നിലനിർത്തി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും ഖൈറിന്റെ വാതായനങ്ങൾ രണ്ട് ലോകത്തും തുറന്നു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.